ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം, ഭാഗം 13, ശ്ലോകം 18-19. സുരമന്ദിരതരുമൂലനിവാസഃ ശയ്യാഭൂതലമജിനം വാസഃ സർവപരിഗ്രഹഭോഗത്യാഗഃ കസ്യ സുഖം ന കരോതി വിരാഗഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സുരമന്ദിര തരു, അതായത് അമ്പലത്തിലെ വൃക്ഷം. മൂലനിവാസ, അമ്പലത്തിലെ അരയാൾ ചുവട്ടിൻ്റെ മരച്ചോട്ടിലാണ് താമസം. ഭൂതലം ശയ്യ, വെറും നിലമാണ് കിടക്കാൻ ഉപയോഗിക്കുന്നത്. അജിനം വാസ, മാൻതോലാണ് വസ്ത്രം. സർവപരിഗ്രഹ ഭോഗത്യാഗ, തൻ്റേതായ എന്തെങ്കിലും നേടണമെന്നില്ല, എല്ലാം ത്യജിച്ചിരിക്കുന്നു. വിരാഗ, വൈരാഗ്യം. കസ്യ സുഖം ന കരോതി, ആർക്കാണ് സുഖം നൽകാത്തത്. ഏതെങ്കിലും ഒരു ദേവാലയത്തിലെ ആൽമരച്ചുവട്ടിലാണ് താമസിക്കുന്നത്. കിടക്കയാകട്ടെ വെറും നിലം തന്നെയാണ്. മാൻതോലാണ് ധരിക്കുന്ന വസ്ത്രം. തൻ്റേതായി വല്ലതും നേടണമെന്നോ ഭുജിക്കണമെന്നോ ഉള്ള യാതൊരു ആഗ്രഹവുമില്ല. ഇങ്ങനെ സർവ വിഷയ ഭോഗങ്ങളും വിഷയസുഖഭോഗങ്ങളും ത്യജിച്ച അത്തരത്തിലുള്ള വൈരാഗ്യം നേടിയ ആർക്കാണ് സുഖം ലഭിക്കാത്തത്. 16-ാം ശ്ലോകത്തിലെ ഒരു കപടസന്യാസിയുടെയോ മിഥ്യാചാരൻ്റെയോ ചിത്രം ഹസ്താമലകൻ നൽകിയത് നാം കണ്ടു. ഇവിടെ ബാഹ്യസുഖങ്ങൾ നിശേഷം ത്യജിച്ച ഒരു യഥാർത്ഥ സന്യാസിയുടെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരിയായ വൈരാഗ്യം ആർക്കും ശാശ്വതമായ സുഖത്തെ പ്രദാനം ചെയ്യും. എല്ലാ വിഷയസുഖങ്ങളും ലഭ്യമായ രാജാക്കന്മാരോ ധനവാന്മാരോ ഈ സുഖം അനുഭവിക്കുന്നില്ല. പരിഭ്രമം, ഭയം, അസൂയ മുതലായ വിചാരങ്ങളാൽ അവർ സുഖമെന്തെന്ന് അറിയുന്നില്ല. ശരിയായ വിരക്തൻ്റെ ആന്തര സ്വഭാവവും ബാഹ്യ സമീപനവും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ആഗ്രഹങ്ങളെ പൂർണ്ണമായും ത്യജിച്ച ഒരുവൻ അന്തരാത്മാവിൽ തന്നെ സമ്പൂർണതയും സംതൃപ്തിയും സ്വയം കണ്ടെത്തി സുഖം അനുഭവിക്കുന്നു. ആന്തരികമായ പരിപൂർണതയിൽ നിന്നുകൊണ്ടു വേണം ബാഹ്യമായ അപൂർണതയെ വിലയിരുത്തേണ്ടത്. അന്തരാത്മാവിലെ നിരതിശയമായ ആനന്ദത്തിൻ്റെ അനന്തതയോട് തട്ടിച്ചു നോക്കുമ്പോൾ ബാഹ്യവിഷയങ്ങളിലെ സുഖം എത്ര നിസ്സാരമാണ്. അതറിഞ്ഞില്ലെങ്കിൽ സന്യാസം ദുഃഖഹേതുവായി തീരും. ജീവിതത്തിലെ അനുഭവങ്ങളുടെയും സംഭവങ്ങളുടെയും നേരെ ആരോഗ്യകരമായ സമീപനം വളർത്താൻ സാധകൻ പഠിക്കണം. സാധകൻ സമ്യക് ദർശനം, അതായത് ഉൾക്കാഴ്ച നേടാനും തദ്വാര സമ്യക് സമീപനം, അതായത് അന്തർമുഖത്വത്തോടുകൂടിയുള്ള സമീപനം വളർത്തുവാനും പ്രയത്നിക്കണം. സുരേശ്വരാചാര്യാണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു. ശ്ലോകം 19. യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. യോഗരതോവ, യോഗിയാവട്ടെ, ഭോഗരതോവ, ഭോഗിയാകട്ടെ, സംഗരതോവ, കൂട്ടുകെട്ട് ഇഷ്ടമുള്ളവരാണോ, സംഘവിഹീന, കൂട്ട് ഇല്ലാത്തവനാണോ, യസ്യ ചിത്തം രമതേ ബ്രഹ്മണി, രമണി ആരുടെ ചിത്തമാണോ ബ്രഹ്മനിൽ രമിക്കുന്നത്, ആരുടെ മനസ്സാണോ ബ്രഹ്മനിൽ രമിക്കുന്നത്, നന്ദതി ഏവ, അയാൾ മാത്രമാണ് ആനന്ദം അനുഭവിക്കുന്നത്. ഒരാൾ യോഗിയോ ഭോഗിയോ മമതയുള്ളവനോ നിർമ്മമനോ ആയിക്കൊള്ളട്ടെ, അയാളുടെ ചിത്തം ബ്രഹ്മത്തിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ മാത്രമാണ് ശരിക്കും ആനന്ദം അനുഭവിക്കുന്നത്.
ഹൈന്ദവ തത്വശാസ്ത്രത്തിലെ ബ്രഹ്മ സാക്ഷാത്കാരത്തിൻ്റെ മഹിമയാണ് ഈ ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയം. ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ജീവൻ മുക്തനായ ഒരു മഹാത്മാവിനെ ഒരു അവസ്ഥാവിശേഷവും ബാധിക്കുന്നില്ല. അദ്ദേഹം സദാ ആനന്ദചിത്തനായിരിക്കും. അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും ലോകത്ത് ജീവിക്കാം. യോഗിയോ ഭോഗിയോ സമൂഹത്തിൽ വ്യാപരിക്കുന്ന കർമ്മയോഗിയോ ഏകാന്തതയിൽ രമിക്കുന്ന ധ്യാനനിഷ്ഠനോ ആരായി ജീവിച്ചാലും ആ അവസ്ഥകളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാനന്ദത്തെ ബാധിക്കുന്നില്ല. ജീവൻ മുക്താത്മാവ് വിധിനിഷേധങ്ങൾക്ക് അതീതനാണ്. ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത് എന്ന് വേദങ്ങൾ പോലും വിലക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വാർത്ഥത ലവലേശം പോലും ഉണ്ടായിരിക്കുകയില്ല. പരമാത്മാവാണ് താനെന്ന സത്യം അറിഞ്ഞ ആൾ എല്ലാവരിലും ഞാൻ തന്നെ കുടികൊള്ളുന്നു എന്ന് അറിയുന്നതിനാൽ ഭേദഭാവങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ജീവൻ മുക്ത മഹാത്മാവിൻ്റെ അനന്തര ജീവിതം ആത്മാവിൽ തന്നെ ക്രീഡിച്ചുകൊണ്ടും ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടും സദാ ലോകസേവയിൽ മുഴുകിക്കൊണ്ടും ആയിരിക്കുമെന്നും ഈ സത്യം ദർശിച്ച ഉപനിഷത് ഋഷികൾ സ്വാനുഭവം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മെ ഉപദേശിക്കുന്നു. ദുഃഖാലയമായ ഈ ലോകത്തിൽ അകൃത്രിമവും സ്ഥായിയുമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ബ്രഹ്മനിഷ്ഠൻ മാത്രമാണ്. നിത്യാനന്ദൻ ആണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിടുഗുൻ കരണേ. ജയ സായിരാം. ഓം ശ്രീ സായിരാം. ഹരി ഓം.